ഹലോ ഹായ് അസ്സലാമു അലൈക്കും മക്കളെ, എന്താ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? കാക്കുണ്ടിട്ടവിടെ കാക്കു ഇതാക്കണ് ബുക്കൊക്കെ പൊതിയാണ്. അപ്പം ഇന്ന് നേരത്തെ വന്നപ്പോൾ ബുക്കൊക്കെ പൊതിയാണ്. പിന്നെ ബൺ മെറ്റീരിയലിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ അയലോക്കത്തു നിന്ന് ആൾക്കാരൊക്കെ വന്നീനി. അപ്പം അയിമ കൂടി ഞാൻ കേട്ടോ. പല മോഡലും ഉണ്ടല്ലോ, അപ്പം അങ്ങനെ കൊടുക്കണവർക്ക് അങ്ങനെ കൊടുക്കും. ഞാൻ ഒന്നായിട്ട് കൂട്ടിയിട്ട് കാണ്ട് അല്ല അവനാൻ്റെ കുട്ടിയാക്കാണ് പറഞ്ഞ് വരുമ്പോഴേ എല്ലാ കളറിനും 2 കൊമ്പെട്ടിക്കാണ്ട് കൊടുക്കാൻ മാത്രം കൊടുക്കും ഞാൻ കേട്ടോ. നമ്മളെ കുട്ടികളെ മാതിരി തന്നെയല്ലേ, നല്ല രസമാണല്ലോ അല്ലേ? ഇവളൊക്കെ കണ്ടോ കുറേ ഉണ്ടാക്കി വെച്ചിക്കണം കേട്ടോ. എന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പൺ ബിസിനസ് ഒന്നും നടക്കൂല അല്ലേ? ചെറിച്ച മൈമാക്കാക്കണ് കേട്ടോ കുത്തിറക്കണ്. മൈമാക്കാക്ക് ഇപ്പം ഇന്ന് ഞാൻ പൊന്നൂസിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുക പറഞ്ഞിട്ടേ പൊന്നൂസിൻ്റെ കാലിന് ഒരു പാമ്പേഴ്സ് ഇട്ടിട്ടാ തോന്നണ്. അപ്പം അഴകിൻ്റെ അവിടെയൊക്കെ മുറിവുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാമെന്ന് കരുതിക്കാണ്ട്. അപ്പോൾ ഓനൊന്ന് പന്ത് കളിച്ചാൻ പോകണം. ഞാൻ പറയണില്ല ഓന് ഓന് പന്ത് കെട്ടിക്കണ് പോണില്ല. ഓന് പറയാം ഞാൻ എപ്പോഴേലും ഒന്ന് കളിച്ചാൻ പോകണ നേരത്തെ നിങ്ങൾ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാണ്ടാവും. അപ്പം ഞാൻ പറയാം ഈ കളിച്ചൊന്നിപ്പോൾ മിന്നു മാത്രമല്ലേ ഉള്ളൂ, ഷെയ്മോള് നോക്കിക്കോളും പറയാൻ. പിന്നെ എന്താ മക്കളെ, കാക്കു ഇതൊക്കെ പൊതിഞ്ഞിട്ടോ. നോട്ട്ബുക്കൊക്കെ വാങ്ങിക്കാണ്ടൊക്കെ പൊതിഞ്ഞു. ബാഗുകളൊക്കെ ഇനിയിപ്പോൾ അവർക്ക് കഴിഞ്ഞ കൊല്ലത്തുണ്ട്. അതൊക്കെ ഞാൻ ഇനി കഴുകി നന്നാക്കട്ടെ. ഇതുവരെ കഴുകി നന്നാക്കാൻ കൂടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കഴുകി നന്നാക്കണ വീഡിയോസ് ഞാൻ വിടണ്ട്. നല്ല കളറ് വരാനൊക്കെ എന്താ ചെയ്യലെന്ന് ഞാൻ പറഞ്ഞു തരണ്ട് കേട്ടോ ഇൻഷാ അള്ളാ. കോടയൊന്നും വേണ്ട, പാൽപ്പൊടിക്കൊന്നുമല്ലോ വിളിച്ച് മൂത്രയിക്കാൻ പോകുമ്പോ കൊട വേണ്ട. എന്താ ടീച്ചർ ബാക്കി ബുക്ക് ഇപ്പാരപ്പം കൂടി കൊടുക്ക് പൊതിയാനേ. 8 പൊതിഞ്ഞെടുത്ത് 3 ബുക്ക് പൊതിയേണ്ട മക്കളെ. 4 ബുക്ക് പൊതിയണം. ഓന് ട്യൂഷൻക്ക് ഇല്ലവും പൊതിയണം. ഇതൊക്കെ പാടെ പൊതിഞ്ഞുണ്ടാക്കുമ്പോൾ ഇതിന് ഊരണ്ട നൊട്ടും പോയിട്ട് ആൾക്കും. അപ്പോൾ കാക്കു ഇരുന്നാണ്ട് അങ്ങനെ പൊതിയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ബൺ മെറ്റീരിയൽസിന്റെ പരിപാടികളൊക്കെ അല്ലേ. ഓളുടെ അലമാരയിലുണ്ട്. എന്തിനാ റിതു എന്നെ കളിയാക്കണം നിങ്ങള്? ഞാൻ ഈ നട്ടാട്ട് ഓടുകയാണേ. ഇപ്പം പണിക്ക് പോയി കഴിഞ്ഞാൽ ട്യൂഷന് പോവും. ഷെയ്മോളാണ് ആ കുട്ടികളൊന്നും നോക്കുക. ഇനിയിപ്പം മറ്റന്നാളെ മുതൽ ഷെയ്മോളും കിട്ടൂല. അടുക്കളപ്പണി, കുട്ടികളെ നോക്കണത്, ഭക്ഷണം ഉണ്ടാക്കണത്, അതിൻ്റെ അടിയിൽ കൂടെ ബൺ മെറ്റീരിയൽസിൻ്റെ ഓർഡർ പിടിച്ചണം, അത് കൊറിയർ അയക്കണം. ഇതൊക്കെ അമ്മ ചെയ്യണ്ടേ? ഔത്തത്തെയും പുറത്തെയും പണികളൊക്കെ ചെയ്യണ്ടേ? എന്നിട്ട് അപ്പം പറയും നിങ്ങൾക്ക് വെജായിയാണ് പറയും. പിന്നെന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? നല്ല മഴയല്ലേ, എന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ. അപ്പം നല്ല മഴയാണ്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും കാക്കും ഒന്ന് പൊന്നൂസിനെയും കൊണ്ട് പോകണമെന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ബൺ മെറ്റീരിയൽസ് ആവശ്യമില്ലല്ലോ ഒന്ന് വിളിക്കൊണ്ടിട്ടോ. എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കണ്ട്. പൊന്നാര മക്കളെ, നമ്മൾ വാങ്ങിക്കാണ്ട് ആ വിറ്റൊന്ന് നോക്കി 5-10 ഉറുപ്പ്യ കയ്യിലുണ്ടായാൽ അതായില്ലേ. അതുകൊണ്ട് ഇപ്പോൾ കോടീശ്വരന്മാരൊന്നും ആയിട്ടില്ലേലും നമുക്ക് 10 ഉറുപ്പ്യക്ക് ഒരാളെ കയ്യിൽ നീട്ടണ്ടല്ലോ. നമ്മളെ കയ്യിൽ എപ്പോഴും 10-20 ഉറുപ്പ്യ ഉണ്ടാവും. അതപ്പം ഞാനും ഉദ്ദേശിക്കല് കേട്ടോ എൻ്റെ മക്കളെ. അപ്പം മാണ്ടിയോരൊന്ന് വിളിച്ചോണ്ടി. അപ്പം ആ മട്ടം പോലെ ഞാൻ ചെയ്തു തരും ഇൻഷാ അള്ളാ. അപ്പം നമ്മളെ പൊന്നൂസ് ഇതാക്കണം കേട്ടോ. പൊന്നൂസിനാണ് കാലിന് ചൊറിയും കാര്യങ്ങളൊക്കെ. പൊന്നൂസിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ മിന്നൂസിനെ കൊണ്ടുപോകണില്ല കേട്ടോ. ഷെയ്മോളും റിതും മച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. ലിനുമോളും മിച്ചുമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താ അസുഖം എന്നായിരിക്കും? വെജായി ഒന്നല്ല കേട്ടോ. ഈ പാമ്പേഴ്സ് ഇട്ടിട്ടായിരിക്കും രാത്രി. ഞാൻ ചില ദിവസം അധികം പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലാവരും കൂടി മൂത്രം അയക്കണ കുട്ടികളല്ലേ. അപ്പോൾ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മുറിയാവുന്നുണ്ട്. അപ്പം ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല, കരച്ചിൽ തന്നെയാണ്. അപ്പം ഒന്ന് സ്കിന്നിനെ കാണിച്ചു കൊണ്ട് പോരാന്ന് കരുതി. ആ മിന്നുമാക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിന്നുമാനെ ഉറക്കിക്കാണ്ടാണ് പോണത്. പൊന്നു ഹായ് പറഞ്ഞ എന്താ വീട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പൊ ഇതാക്കണ് ഇവിടെ നിക്കണുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ ചൊറി മാന്ത് കേട്ടോ, ചൊറിഞ്ഞിട്ടേ. അപ്പൊ ഒന്ന് കാണിക്കാന്ന് കരുതിയാണ്ട് ഇതാക്കണ ഒക്കെ ഇവിടെ നിക്കണുണ്ട്. ഇതാക്കണ് ഇമ്മമ്മ ആക്കണ്. ഇമ്മമാനെ കാണിച്ചു കൊടുക്ക്. അപ്പം ഞങ്ങൾ ബൈക്കുമ്മലാണ് പോണത് കേട്ടോ മക്കളെ. ബൈക്കുമ്മ പോയിക്കാണ്ട് വരാം.
അപ്പൊ ഞാനും കാക്കുണ്ട് അവിടെ കാക്കുരിങ്ങി നിൽക്കുകയാണ്. അപ്പൊ ബുക്കൊക്കെ പൊതിയാണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? ബുക്കൊക്കെ പൊതിഞ്ഞാണ്ട് കുറെ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവല് 4 കുട്ടികളെ ബുക്കുണ്ട്, നിങ്ങൾ കണ്ടതല്ലേ? 3 കുട്ടികളെ. 4 കുട്ടികളത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ റിതുവിന് ട്യൂഷനുണ്ട്. അപ്പോൾ ഓൻ്റെ ബുക്കൊക്കെ പിന്നെ ഞാൻ കുറച്ച് പൊതിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വിട്ടിട്ടില്ല. അപ്പം നമ്മളെ ബാഗൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ വിട്ട് തരണ്ട് ഇൻഷാ അല്ലാ. നീ എത്ര മങ്ങളവിടെ കുന്നുമ്പോ കയറിക്കണേ. പിന്നെ കാര്യം എന്താ മക്കളെ, ഒന്ന് മക്കളെ കേറിയതാണ്. പൊന്നാര മക്കളെ, നിസ്കാരം ഞാൻ മേലക്ക് മാറ്റിയാണ്. കാക്കുവിന്റെ പണി കേട്ടോ. പെരപ്പണി ആ ഭാഗം കഴിഞ്ഞിട്ടൊന്നുമില്ല. 4 കൊച്ചും വെടുപ്പും വൃത്തിയിലൊക്കെ ചെയ്താൽ നിസ്കാരം കരുതിട്ടോ. നിസ്കാരല്ലേ, നമ്മൾ വൃത്തിയില്ലാത്ത ഭാഗത്തൊന്നും പോയി നിസ്കരിച്ചാൻ പറ്റൂലല്ലോ. അപ്പൊ താഴെ പൊന്നു മക്കളെ എത്ര തോതി തൊട്ടാലും മഴയല്ലേ. പിന്നെ പാമ്പേഴ്സ് ഇട്ടിട്ട് പൊന്നൂരാണെങ്കിൽ ഇവിടെ മുറിയായിക്കോ ചോറി. പാമ്പേഴ്സ് ഇങ്ങനെ അടഞ്ഞിടാനും പറ്റൂല, അന്തിക്ക് ഇടുള്ളൂ. എന്നിട്ട് അവിടെ മുറിയായിട്ടാ ഡോക്ടറെ കാണിച്ച് പോകുന്നു ഞാൻ. അപ്പൊ അവിടെ മേലക്കാക്കി മൂത്രയിച്ചിട്ട് തുടച്ചാലും പൊന്നു മക്കളെ പിന്നെ നമുക്കൊരു ഇടങ്ങേറില്ലേ. നിസ്കാരം ശരിയായിട്ടില്ല. കാക്കോരെ കുറെ ആ മൂലൊക്കെ പോയി നോക്കും, കുറെ ഈ ഏത് മൂലക്കല നിസ്കരിക്കാന്ന് അറിയില്ല. മിന്നു പൊന്നു ലിനു 3 ആളും നേരത്തെ മൂത്രയിക്കും. ഡറ്റോള് ഒരു കുട്ടി ഇവിടെ വെച്ചിട്ടാണ് തുടക്കണ പണി തന്നെ കേട്ടോ. അപ്പൊ ഇന്ന് കാക്കു എന്താ കാട്ടിയെന്നോ, നിസ്കരിച്ചാൽ നേരത്തെ തുടക്കലാണ്. ഇന്നിപ്പോ കാക്കു അവിടെ നന്നാക്കിക്കാണ്ടേ അവിടെ നിസ്കാരാക്കിക്ക. അപ്പൊ ചാതിയേങ്ങളോട് ഒരു കാര്യം പറയാണ്, ഉണ്ടാക്കാത്തവര് ആദ്യം തന്നെ നിസ്കാര റൂം ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. ഞാൻ ആ കാര്യം പറയാൻ മറന്നു. അന്നൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. പെരപ്പ കരാറ് കൊടുക്കും, നമുക്കിപ്പോ അതൊന്നും മേക്ക് കുടിയാടില്ല. നിസ്കരിച്ചണം അതോ ഓർമ്മയില്ലായിട്ടല്ല. നിസ്കാര റൂം അങ്ങനെ ഒരു ഐഡിയകളൊന്നും ഇല്ല. ഒന്നാമത് നമ്മളെ കാരണന്മാരും കാര്യങ്ങളൊക്കെ എല്ലാരും നോക്കലാണ്, എല്ലാം ഏൽപ്പിച്ച് കാണ്ട്. നമുക്ക് പുതിയ ഇറങ്ങലൊന്നും ഇല്ലല്ലോ. ഇതേതാ ലുട്ടാപ്പയാണ് കേൾപ്പിക്കാം. ഇതൊക്കെ തന്നെയാണ് മക്കളെ. കേറി വരികയാണ്, കോണി കേറി വരിക. താഴെ നിൽക്കുകയാണ്, ഞാൻ എന്നെ വരണമെന്ന് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കേറാൻ പേടിയുണ്ട്, കേറാൻ പാടില്ല എന്ന് അവിടെ നിന്ന് ഞാൻ പറയും. അപ്പൊ നിസ്കാര റൂം ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എത്ര ആയാലും കുട്ടികളും മക്കളും വേറെ കൂടെയൊക്കെ നിർത്തിയാണെങ്കിലും വേറെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. അമ്മക്ക് ഓരോന്ന് മര്യാദക്ക് നിസ്കരിച്ചണം, ഒന്ന് വൃത്തിയും വെടുപ്പിലൊക്കെ നിസ്കരിച്ചണം എന്നുണ്ടെങ്കിൽ ഒരു നിസ്കാര റൂം നിർബന്ധം അല്ലേ? ആ മണ്ടിയാലൊന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. അതിൻ്റെ ഒരു അഭിപ്രായം ഇല്ലോല് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ പറയും ആ വേറെ കൂടിയൊക്കെ കഴിഞ്ഞ കുട്ടികളെ മക്കൾ ഇല്ലാക്കല്ലേ ചെറിയ കുട്ടികളെ പോരട്ടോ. നമുക്ക് ഇനി പേരക്കുട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ നിസ്കാരം ഉണ്ടാക്കിക്കോളി. താഴെ നിന്ന് ഒഴിച്ച് ഞാൻ അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നിസ്കാരം അങ്ങോട്ട് മാറ്റി അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടോ? കോണികളൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അവിടെ നിന്ന് എപ്പോഴെങ്കിലൊക്കെ വൃത്തിയാക്കാം. എന്നിട്ടാ ഒക്കെ താഴെ നിൽക്കട്ടോ. പൊന്നു മക്കളെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ. നാളെ മുറിച്ചിക്കാണ്ടേ ചോദിച്ചോർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിട്ടാ പൊന്നു മക്കളെ. ആവശ്യമുള്ളവര് പറയോണ്ടിട്ടോ എങ്ങനത്തെ മോഡലൊക്കെ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ഒക്കെ കോണി കയറി അവിടെ എന്തെങ്കിലും അമ്പലപ്പടി വെക്കട്ടെ ഞാൻ കേട്ടോ.